ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടോർഷൻ ഇക്വേഷൻ ഓഫ് സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ എന്നുള്ളത്. സോ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെൻവൺ മെത്തേഡിൻ്റെയും പ്രാൻഡൽ മെത്തേഡിൻ്റെയും ഗവേണിംഗ് ഇക്വേഷൻസ്, ബൗണ്ടറി കണ്ടീഷൻസ്, അതുപോലെ ഇക്വേഷൻ ഓഫ് ടോർക്ക്, ഷെയർ സ്ട്രെസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രീഫ് ആയിട്ട് ഇവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് സെൻവനൻസ് മെത്തേഡിൻ്റെയും അതുപോലെ പ്രാൻഡൽ മെത്തേഡിൻ്റെയും ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിൻ്റെ എക്സ്പ്രഷൻ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിറൈവ് ചെയ്തെടുത്താണ്. സോ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് നമ്മുടെ ലിസ്റ്റ് ഔട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. ആൻഡ് അടുത്തായിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായ ടോർഷൻ ഇക്വേഷൻ ഓഫ് സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് ഈ ടോർഷൻ ഇക്വേഷൻ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷനും എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. സിലബസിൽ സർക്കുലർ ക്രോസ് സെക്ഷൻ അതുപോലെ എലിപ്റ്റിക്കലും മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ, ഇല്ലെങ്കിൽ പഠിക്കാനുള്ളൂ. ആൻഡ് അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ കുറച്ച് ജനറൽ സ്റ്റെപ്സ് ഉണ്ട് ഈ ഒരു ടോർഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. അപ്പം ആ ഒരു ജനറൽ സ്റ്റെപ്സ് ഞാൻ ആദ്യം എഴുതിയെടുക്കുകയാണ്. എന്നിട്ട് ആ ജനറൽ സ്റ്റെപ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ കേസിൽ സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ കേസിലും പിന്നീട് അത് നമുക്ക് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനിലും അപ്ലൈ ചെയ്യാം. സോ ഞാൻ ആ ജനറൽ സ്റ്റെപ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ഓക്കെ, ജനറൽ സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? സ്റ്റെപ്പ് നമ്പർ 1, ഡ്രോ ദി ഫിഗർ. ഡ്രോ ദി ഫിഗർ. സിംപ്ലി എന്താണ് ഡ്രോ ദി ഫിഗർ എന്ന് ഉദ്ദേശിച്ചാൽ, സർക്കിൾ ആണെങ്കിൽ സർക്കിളിൻ്റെ ഫിഗർ വരയ്ക്കുക, അതല്ല എലിപ്സ് ആണെങ്കിൽ എലിപ്സിൻ്റെ ഫിഗർ വരയ്ക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ഗിവൻ റിലേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ അറിയാം, അതുപോലെ എലിപ്സിൻ്റെ ഇക്വേഷൻ അറിയാം. ഓഫ് ഗിവൻ റിലേഷൻ അതെന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ ചെയ്യുമ്പോൾ പറയാം. അടുത്തായിട്ട് റൈറ്റ് ദി ഇക്വേഷൻ in terms of phi and m. ഇതിൽ phi എന്ന് പറഞ്ഞാൽ എന്താണ്? വേർ phi എന്താണ്? എയർ സ്ട്രെസ് ഫംഗ്ഷൻ. ഓക്കെ, എയർ സ്ട്രെസ് ഫംഗ്ഷൻ അല്ല, പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ. ഓക്കെ, പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ. ആൻഡ് എം എന്ന് പറഞ്ഞൊരു ബേസിക്കലി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എ കോൺസ്റ്റന്റ് എന്ന് അറിഞ്ഞിരിക്കാം. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആൻഡ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ. ഓൾ റൈറ്റ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആഡ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആൻഡ് നമ്മളെ ഇക്വേഷൻ 4ൻ്റെ രണ്ട് ടേംസിനും ആഡ് ചെയ്യുക. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ and substitute in del square phi is equal to minus 2g theta. ഈ del square phi is equal to minus 2g theta എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രാൻഡൽ മെത്തേഡിൽ ഗവേണിംഗ് ഇക്വേഷൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു അല്ലേ? ഓർക്കുന്നില്ലേ? ആൻഡ് ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ എന്ത് പറയുക, പോയ്സൺസ് ഇക്വേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ പോയ്സൺസ് ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. അതും കൂടെ ഓർത്ത് വെച്ചോളാം. പോയ്സൺസ് ഇക്വേഷൻ, ഓൾസോ നോൺ ആസ് പോയ്സൺസ് ഇക്വേഷൻ. അതായത് ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു മൈനസ് 2g തീറ്റ ആണ് പോയ്സൺസ് ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കുക. ഓൾറൈറ്റ്. സോ ഈ ഒരു 5 സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു 5 സ്റ്റെപ്പും കൂടെ ഉണ്ട്, പക്ഷെ വളരെ സിമ്പിളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ 5 സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ പറഞ്ഞിരിക്കുക. ഓൾറൈറ്റ്. സോ നമുക്ക് 6ാമത്തെ സ്റ്റെപ്പ് നോക്കാം എന്താണെന്നുള്ളത്. സ്റ്റെപ്പ് 6 എന്താ പറയുന്നത് വെച്ചാൽ, അതിനുശേഷം ഫൈൻഡ് കോൺസ്റ്റന്റ് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും കരുതണ്ട. പ്രോബ്ലം അല്ലെങ്കിൽ ആ ഡെറിവേഷൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാൻ ഈ ഒരു സ്റ്റെപ്സിൻ്റെ ഓർഡർ പറഞ്ഞതെന്നുള്ളൂ. ഓൾറൈറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എം ഇൻ സ്റ്റെപ്പ് 3. ഓൾറൈറ്റ്. ദെൻ 8th സ്റ്റെപ്പാണ് എന്ത്, ഫൈൻഡ് ടോ എക്സ് സെറ്റ് ആൻഡ് ടോ വൈ സെറ്റ്. ദെൻ 9th ആയിട്ട് ഫൈൻഡ് റിസൾട്ടൻറ്റ് ഷിയർ സ്ട്രെസ്. ഓക്കെ, ഷിയർ സ്ട്രെസ് അഥവാ ടോ റിസൾട്ടൻറ്റ് ഓക്കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ടോ എക്സ് സെറ്റ് ഹോൾ സ്ക്വയർ പ്ലസ് ടോ വൈ സെറ്റ് ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഓൾറൈറ്റ്, നമുക്ക് കിട്ടും. ദെൻ ഫൈനലി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ടോർഷൻ. നമുക്ക് ടോർഷനാണല്ലോ കണ്ടുപിടിക്കേണ്ടത്.
use torsion equation. Okay, use torsion equation to find torsion of the section that is നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. സെന്റ് വാലൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ എക്സ്പ്രഷൻ ഉണ്ട്, അതുപോലെ പ്രാൻഡൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. സോ ഞാൻ രണ്ട് എക്സ്പ്രഷൻസ് ഇവിടെ എഴുതാണ്. 2 ടൈംസ് ഡബിൾ ഇന്റഗ്രൽ ഫൈ ഡി എക്സ് ഡി വൈ. ഓൾ റൈറ്റ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ സെന്റ് വാലൻസ് മെത്തേഡ് വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സോറി, സെന്റ് വാലൻസ് മെത്തേഡ് അല്ല, നമ്മുടെ ഈ ഒരു പ്രാൻഡൽ മെത്തേഡ് തന്നെ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടുന്ന തൊട്ട് മുമ്പായിട്ട് വേറൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ടോർക്ക് കാണാനുള്ള. ആ ഒരു എക്സ്പ്രഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ആ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഇന്റഗ്രൽ tau zy x into ta minus integral tau zx into y dA. ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഓൾ റൈറ്റ്, ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ടി എക്സ് ഇൻറ്റു ഡി വൈ ആണ്. സോ നിങ്ങൾ ഈ ഒരു 10 സ്റ്റെപ്പ് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഈ ഒരു ഡെറിവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ കറക്റ്റ് ഈ 10 സ്റ്റെപ്പിലൂടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ തീർച്ചയായും കിട്ടും. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം സർക്കുലർ ക്രോസ് സെക്ഷൻ തന്നെ നോക്കാം. ഞാൻ വീണ്ടും പറയുന്നത്, ഈ ഒരു 10 സ്റ്റെപ്സ് നിങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇത് ഈ ഒരു സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്തപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ സർക്കുലർ സെക്ഷൻ്റെ ടോർഷൻ കണ്ടുപിടിക്കാം. സോ നമുക്ക് ആദ്യം സർക്കുലർ സെക്ഷൻ്റെ ടോർഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റെപ്പ് 1 നോക്കാം. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ഡ്രോ ദി ഫിഗർ അല്ലേ? ഡ്രോ ദി ഫിഗർ. സോ നമുക്ക് സർക്കിളിൻ്റെ ഫിഗർ ആദ്യം വരയ്ക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനിൽ റിങ് വരച്ചിട്ടുണ്ട്. ആൻഡ് ആ സർക്കിളിൻ്റെ ഇന്നർ റേഡിയസ് സ്മോൾ ലെറ്റർ ആറും അതുപോലെ ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ആറും, അതുപോലെ ഞാൻ റിങ്ങിൻ്റെ ഒരു എലമെൻ്റൽ സെക്ഷൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ റേഡിയസ് ആണ് ഡി ആർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ ആദ്യം വരച്ചു വെക്കുക ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? രണ്ടാമത്തെ സ്റ്റെപ്പ് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ഗിവൺ റിലേഷൻ അല്ലെങ്കിൽ ഗിവൺ സെക്ഷൻ്റെ ഇക്വേഷൻ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ ഒരു ഗിവൺ സെക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമുക്കൊരു സർക്കിളാണെന്ന് അറിയാം അല്ലേ? അസ്യൂം ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ ആണെന്ന് കരുതുക. സോ അങ്ങനത്തെ ആ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കറിയാം, ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ്ക്വൽ ടു ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അല്ലേ? ഈ ഒരു സർക്കിൾ വിത്ത് സെൻറ്റർ ആസ് ഒറിജിൻ ഉള്ളൊരു കണ്ടീഷനുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെന്നുള്ള അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പും കിട്ടി. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്താണ് പറഞ്ഞത്? ഒരു തേർഡ് സ്റ്റെപ്പ് ഫൈന്, അതായത് ഈ കിട്ടിയ സർക്കിളിൻ്റെ ഇക്വേഷനെ ഫൈൻ്റെയും അതുപോലെ എമ്മിൻ്റെയും ടേംസിലേക്കൊക്കെ എഴുതുകയാണ്. സോ ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ് നോക്കുക. അതായത് നമ്മുടെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈൻ്റെയും എമ്മിൻ്റെയും ടേംസിലേക്കൊക്കെ എഴുതുകയാണ്. അതെങ്ങനെയാണ് നോക്കുക? ഫൈ ഈക്വൽ ടു എം ഇൻറ്റു, അതായത് എം ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം, ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഞാൻ ആർ സ്ക്വയറിനെ എൽ എച്ച് എസിലേക്ക് എടുത്തത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതി. ഇതാണ് ആ തേർഡ് സ്റ്റെപ്പ് പറയുന്നത്. റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എയർ സ്ട്രെസ് ഫംഗ്ഷൻ ആൻഡ് കോൺസ്റ്റന്റ്. ഓൾ റൈറ്റ്, അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? സോ അത് കണ്ടുപിടിക്കാം നമുക്ക്. ഈ ഒരു മേലെ കിട്ടിയ 3 എന്നുള്ള എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ കൊണ്ട് 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യാം. സോ അത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആ വൈ സ്ക്വയറും ആർ സ്ക്വയറും ടേം ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും, കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്താ ഉണ്ടാവുക? എക്സ് സ്ക്വയറിന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ? അപ്പം പുറത്തൊരു എമൗണ്ട്, കോൺസ്റ്റന്റ് എമൗണ്ട്. സോ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2m കിട്ടുന്നതായിരിക്കും. വളരെ നിങ്ങൾ ചെയ്ത് നോക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ പറയാം. അതുപോലെ രണ്ടാമത്തെ ടൈമായ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ വാല്യൂ ഇത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയറും മൈനസ് ആർ സ്ക്വയറും 0 ആയി പോകും, കാരണം എന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഓക്കെ, ബാക്കി എന്താണ്ടാവും? വൈ സ്ക്വയർ ഉണ്ടാവും. വൈ സ്ക്വയറിന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y കിട്ടും, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 കിട്ടും. ആൻഡ് 2 ഇൻറ്റു അപ്പുറത്തുള്ള കോൺസ്റ്റന്റ് എമ്മിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 2m കിട്ടും. സോ നമുക്ക് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയറും കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താണ് എഴുതേണ്ടത്? ഇത് രണ്ടും കൂടെ നമ്മുടെ പോയ്സൺസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇക്വേഷൻ 5 ഞാൻ അടുത്ത സ്ലൈഡിൽ എഴുതാണ്. അല്ല വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഇവിടെ സ്പേസ് ഉണ്ടല്ലോ എന്തായാലും. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഇക്വേഷൻ 5 എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായിരുന്നു? മൈനസ് 2g θ ആയിരുന്നു അല്ലേ? ഇത് നമ്മുടെ പോയ്സൺസ് ഇക്വേഷൻ ഞാൻ ഇവിടെ
എടുത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഡോ സ്ക്വയർ പൈ ബൈ ഡോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2m ആയിരുന്നു. അതുപോലെ ഡോ സ്ക്വയർ പൈ ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2m ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -2g തീറ്റ എന്ന് കിട്ടും. ഓൾ റൈറ്റ്. ഓർ എനിക്ക് എന്ത് ചെയ്താം, ഇതിൽ നിന്നും 4m is equal to -2g തീറ്റ എന്ന് കിട്ടും. അഥവാ m is equal to -g തീറ്റ ബൈ 2 എന്ന് കിട്ടും. സോ നമുക്ക് m ന്റെ വാല്യൂ കിട്ടി. ആൻഡ് ഈ ഒരു m ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരുന്നു നമ്മുടെ സ്റ്റെപ്പ് 6. ഓൾ റൈറ്റ്. ഇനി നമ്മൾ സ്റ്റെപ്പ് 7 എന്താ പറയുന്നത്? സ്റ്റെപ്പ് 7 പറയുന്നത് ഈ കിട്ടിയിരിക്കുന്ന m ന്റെ വാല്യൂ ഇക്വേഷൻ 3 ഇട്ട് കൊടുക്കുക. അതായത് ഈ കിട്ടിയിരിക്കുന്ന m ന്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? phi is equal to m. നെ ഞാൻ എന്ത് ചെയ്ത് -g തീറ്റ ബൈ 2 എന്നുള്ള ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത്. ഓക്കെ. ഇൻറ്റു x² പ്ലസ് y² മൈനസ് r² എഴുതാം നമുക്ക്. ഓൾ റൈറ്റ്. ഇനി നമുക്ക് 8ാമത്തെ സ്റ്റെപ്പ് എഴുതാം. 8ാമത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു പറഞ്ഞത്? ഫൈൻഡ് ടോ xzഉം അതുപോലെ ടോ yzഉം കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ടോ xz ഈസ് ഗിവൺ ബൈ എന്തായിരുന്നു? ഡോ ഫൈ ബൈ ഡോ വൈ ആയിരുന്നു അറിയാം അല്ലേ? അതുപോലെ ടോ yz എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോ yz എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ആയിരുന്നു അറിയാം അല്ലേ? അപ്പം ഈ ഒരു കാര്യം നിങ്ങളെ മൈൻഡിൽ ഓർത്തുകൊണ്ട് നമുക്ക് ടോ xzൻ്റെയും ടോ yzൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഞാനത് സ്ലൈഡിലാണ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ. കാരണം ഞാൻ ഈ ഒരു എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ തീർച്ചയായും പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഒരു എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ്റെയും സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് എന്തായാലും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ. എന്തായാലും നമുക്ക് ടോ xzഉം ടോ yzഉം കണ്ടുപിടിച്ചു. സോ 8th സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ ഇവിടെ എടുത്ത് ചെയ്യുന്നുണ്ട്. ടോ xz ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ ആണ് അല്ലേ? അഥവാ ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് ജി തീറ്റ ബൈ 2 x² പ്ലസ് y² മൈനസ് r². ഓക്കെ. ഇതാണ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -g തീറ്റ ബൈ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുത്തേക്കാം. ഓക്കെ. ബാക്കി എന്താ ഉണ്ടാവുക? 2y ഉണ്ടാകും അല്ലേ? ബാക്കി x² മൈനസ് r² കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് 0 ആയിട്ട് പോകും. ബാക്കി 2y ഉണ്ടാകും ഇൻറ്റു 2y. ഓർ നമുക്ക് എന്ത് ചെയ്താം? ഈ 2നെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ടാകും? ഓർ ദാറ്റ്സ് ഈക്വൽ ടു -g തീറ്റ y ആയിരിക്കും ഉണ്ടാവുക. ഇനി സിമിലർലി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോ yz കണ്ടുപിടിക്കണം. ഓൾ റൈറ്റ്. ടോ yz കണ്ടുപിടിക്കണം. അതായത് മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് g തീറ്റ ബൈ 2 ഇൻറ്റു x² പ്ലസ് y² മൈനസ് r². ഓൾ റൈറ്റ്. ഇതിൽ നിന്ന് നമുക്ക് ചെയ്തെന്ത് കിട്ടും? ഇത് ചെയ്താൽ നമുക്ക് g തീറ്റ x കിട്ടും. ചെയ്ത് നോക്കുക. ഓക്കെ. കിട്ടുന്നുണ്ടോ നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് 9ാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 9ാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ. റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ്. സോ ഞാൻ ടോ റിസൾട്ടൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ടോ റിസൾട്ടൻ്റ് ഈസ് ഗിവൺ ബൈ എന്തായിരുന്നു? റൂട്ട് ഓഫ് ടോ xy സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ടോ yz സ്ക്വയർ. ഓൾ റൈറ്റ്. സോ നമ്മൾ ഈ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടോ xy എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? g തീറ്റ y ഹോൾ സ്ക്വയർ പ്ലസ് g തീറ്റ x ഹോൾ സ്ക്വയർ ആണ്. ഓൾ റൈറ്റ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്താണ്? g തീറ്റേനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ? g തീറ്റേനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കി എന്താ ഉണ്ടാവുക? റൂട്ട് ഓഫ് x² പ്ലസ് y² അല്ലേ? റൂട്ട് ഓഫ് x² പ്ലസ് y². ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? x² പ്ലസ് y² ഈക്വൽ ടു r² എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം g തീറ്റ ഇൻറ്റു അതായത് റൂട്ട് ഓഫ് x² പ്ലസ് y² എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി r ആണ് അല്ലേ? കാരണം എന്താണ്? നമുക്കറിയായിരുന്നു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? x² പ്ലസ് y² ഈക്വൽ ടു r ആയിരുന്നു അല്ലേ? സോ നമുക്ക് ഇതിനെ g തീറ്റ r എന്ന് എഴുതാം. ഇതാണ് റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ് എന്ന് അറിഞ്ഞിരിക്കുക. ഓൾ റൈറ്റ്. ആൻഡ് നമുക്ക് ഈ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനിൽ ഫൈനലായിട്ട് കണ്ടുപിടിക്കേണ്ടത് ടോർക്കാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഫൈനലായിട്ട് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. ടോർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തായാലും പ്രാൻഡൽസ് ഡെറിവേഷൻ നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കാൻ എക്സ്പ്രഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 2 ടൈംസ് ഡബിൾ ഇൻ്റഗ്രൽ ഫൈ ഇൻറ്റു ടി എക്സ് ഡി വൈ എന്നായിരുന്നു അല്ലേ? അതിൽ നിന്നും
അതിൽ നിന്ന് ഞാൻ എന്താണ് 2 ടൈംസ് ഡബിൾ ഇൻ്റഗ്രൽ ഫൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഫൈൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? മൈനസ് ജി തീറ്റ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആയിരുന്നു നമ്മുടെ ഫൈൻ്റെ വാല്യൂ അല്ലേ, ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. ഓൾ റൈറ്റ്. സോ ഞാൻ ആ 2നെ നിന്ന് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം ഒന്നുകൂടെ. ഡബിൾ ഇൻ്റഗ്രൽ മൈനസ് ജി തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ ചെയ്യാനുണ്ട്. അതായത് ഇവിടെ എക്സും വൈയും ഒക്കെ കിടക്കുന്നുണ്ട് അല്ലേ, ഈ എക്സിനും വൈനൊക്കെ നമുക്ക് ആറിൻ്റെ ടേംസിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ എക്സിനും വൈൻ്റെ ടേംസിലേക്ക് തന്നെയാണ് നമ്മൾ ആറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ചോളാം. ഇവിടെ നിങ്ങൾക്കറിയാം ഡി എക്സ് ഡി വൈ ഉണ്ട് അല്ലേ, ഈ ഒരു ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഡി എ ആണ് അല്ലേ, ഡി എ ആണ്. ഓൾ റൈറ്റ്. സോ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മളെ ഫസ്റ്റ് വരച്ച ഒരു സർക്കിളിൻ്റെ ഫിഗർ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒന്നിരുന്ന് റീക്യാപിറ്റുലൈസ് ചെയ്യുക. ആൻഡ് അതിൽ നമുക്കറിയാം ഒരു ഇന്നർ റേഡിയസ് ആർ ഉണ്ടായിരുന്നു, ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ആർ ഉണ്ടായിരുന്നു, ആൻഡ് അതിന് ഇൻ ബിറ്റ്വീൻ റേഡിയസ് ആയിരുന്നു ഡി ആർ. ഇത്രയും കാര്യങ്ങൾ നമ്മളാ ഒരു ഫസ്റ്റ് ഫിഗറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്കൊരു ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്? ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഏരിയ എന്ന് പറഞ്ഞാൽ 2πr ഇൻറ്റു ഡി ആർ ആണ്. ഓൾ റൈറ്റ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ പഠിച്ചോളാം. ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഏരിയ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ പെരിമീറ്റർ ഇൻറ്റു ഡി ആർ തന്നെയാണ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? πr² കിട്ടും അല്ലേ. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. ഒരു സർക്കിളിൻ്റെ ഏരിയ ആണുള്ള എക്സ്പ്രഷനാണ് 2πr dr എന്നുള്ളത്. ഓൾ റൈറ്റ്. ഇനി നമുക്ക് എന്താണ്, അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ടേം ഉണ്ട് ഈ ഫസ്റ്റ് ബ്രാക്കറ്റുള്ള. ഇതിനെ ഞാൻ എന്ത് ചെയ്ത് ആർ സ്ക്വയർ എന്ന് എടുക്കുക, സ്മോൾ ലെറ്റർ ആർ, അറ്റ് എനി റേഡിയസ്. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അറ്റ് എനി റേഡിയസ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു എൻ്റയർ സർക്കുലർ ക്രോസ് സെക്ഷനിലുള്ള ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് കൃത്യമായി ശ്രദ്ധിച്ചും തന്നെ നോക്കുക. സോ ഞാനത് എന്താ ചെയ്യുന്നത് ആദ്യം തന്നെ ഇവിടെ എഴുതി വെക്കുകയാണ്. കൺവേർട്ടിങ് ഓൾ ടേംസ് വിത്ത് റെസ്പെക്ട് ടു ആർ. ഓക്കെ, ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ റേഡിയസിൻ്റെ ടേം ലെസ്സിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ അങ്ങനെ കാണിച്ചെങ്കിൽ ടി ഈക്വൽ ടു ടോർക്ക് ഈക്വൽ ടു മൈനസ് ജി തീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഞാൻ പുറത്തേക്ക് എടുത്തത്. ബാക്കി എന്താണ്? 0 ടു ആർ. നമുക്ക് എന്താണ് ഔട്ടർ റേഡിയസിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിരുന്നു. സോ നമുക്ക് ഒരു ടോട്ടൽ ടോർക്ക് കണ്ടുപിടിക്കാൻ ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് വരെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ബാക്കി എന്താ ഉണ്ടാകുക? ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഞാൻ ചെയ്ത് ആർ സ്ക്വയർ കൊടുത്ത്, സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ കൊടുത്ത്. ഓക്കെ, മൈനസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് അല്ലേ. ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയാം. ആൻഡ് ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2πr dr ആണ് അല്ലേ. സോ നമ്മൾ ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2π g തീറ്റ 0 ടു ആർ, ബാക്കി എന്താ ഉണ്ടാവുക? ആർ ക്യൂബ് മൈനസ് ആർ സ്ക്വയർ ആർ ഡി ആർ എന്ന് കിട്ടും അല്ലേ. സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ മൈനസ് 2π g തീറ്റ ഇൻറ്റു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻറ്റഗ്രേഷനാണ്. ആർ ക്യൂബിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇത് കിട്ടും r⁴/4 കിട്ടും, മൈനസ് ആർ സ്ക്വയർ ആസ് ഇറ്റ് ഈസ് അതുപോലെ തന്നെ എഴുതി. പിന്നെ എന്താ ഉണ്ടാകുക? ആർ ഡി ആറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ r²/2 കിട്ടും. ഓക്കെ, 0 ടു ആർ. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ആറിൻ്റെ സ്ഥാനത്തൊക്കെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്ത് വരും നോക്കാം നമുക്ക്. സോ നമുക്കിതിന് എന്ത് എഴുതാം? മൈനസ് ഇംപ്ലൈസ് മൈനസ് ടോർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് 2g തീറ്റ ബൈ മൈനസ് 2g തീറ്റ ബൈ ഇവിടെ എന്താ ഉണ്ടാവുക? r⁴/4 മൈനസ് r⁴/2 വരും അല്ലേ, 2. സോ അതിൽ നമുക്ക് r⁴/4 മൈനസ് r⁴/2. നമുക്ക് r⁴ പുറത്തേക്ക് എടുക്കാം. 1/4 മൈനസ് 1/2 ചെയ്താൽ നമുക്ക് മൈനസ് 1/2 കിട്ടും. ഓൾ റൈറ്റ്, 1/2 മൈനസ് 1/2 ഇല്ല, മൈനസ് 1/4 കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാനത് ഇവിടെ എഴുതാണ്. ടോർക്കിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി ഈസ് ഈക്വൽ ടു πg തീറ്റ r⁴/2 കിട്ടും. ഓക്കെ, രണ്ട് മൈനസും കൂടെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ആൻഡ് ഇതിനൂടെ ഞാൻ ഈ റേഡിയസ് നമുക്കറിയാം, റേഡിയസ് ഈക്വൽ ടു
d/2 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡയമീറ്ററിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു t is equal to pi g theta d raised to 4 by 32 എന്ന് കിട്ടും. pi g theta d raised to 4 by 32 എന്ന് കിട്ടും. ഓൾ റൈറ്റ്. ആൻഡ് ഇതിന് തന്നെ എനിക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്താം? t is equal to g theta j എന്ന് എഴുതാം. ഓക്കെ, t is equal to g theta j എന്ന് എഴുതാം. വേർ j എന്ന് പറഞ്ഞാൽ എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് അല്ലേ? ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ആൻഡ് അതിൻ്റെ വാല്യൂ എന്തായിരുന്നു? വാല്യൂ പറഞ്ഞാൽ pi d raised to 4 by 32 എന്ന് കിട്ടും. ഓൾ റൈറ്റ്. ഇതിപ്പോൾ ഒരു സർക്കിളിൻ്റെ കേസ് ആയതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് അല്ലേ? ഇനിയിപ്പോൾ ഇതൊരു എലിപ്സ് ആണെങ്കിൽ അതിൻ്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ വാല്യൂയും അതുപോലെ ടോർക്ക് ആണുള്ള എക്സ്പ്രഷനൊക്കെ എന്തായിരിക്കും? ഇത് തന്നെ ഇരിക്കുമോ? അല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. സോ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു t ഈക്വൽ ടു ജി ജെ തീറ്റ എന്നുള്ളത് നമുക്ക് ഓൾറെഡി MOS പഠിച്ചാണ് ഈ ഒരു എക്സ്പ്രഷൻ. അല്ലെങ്കിൽ നമ്മൾ സെൻവെനൻസ് മെത്തേഡ് തുടങ്ങിയത് തന്നെ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത് സർക്കിളിൻ്റെ കേസ് നമുക്ക് അറിയാം, കാരണം അതൊരു നോൺ ഡയമെൻഷൻ ആയതുകൊണ്ട്. എന്നാൽ എലിപ്സിൻ്റെ കേസിൽ എന്താ വരുന്നത് നമുക്കൊന്ന് നോക്കാം അടുത്തായിട്ട്. ഓക്കെ, നമുക്ക് ടോർഷൻ ഇക്വേഷൻ ഓഫ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടോർക്കിൻ്റെ കാണാനുള്ള എക്സ്പ്രഷൻ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്റ്റെപ്പ് 1 എന്തായിരുന്നു? എലിപ്സിൻ്റെ ജോമെട്രി വരയ്ക്കുക അല്ലേ? സോ ഞാൻ ആ ജോമെട്രി ആദ്യം ഇവിടെ വരയ്ക്കുകയാണ്. സോ ഇതാണ് ഒരു നമ്മുടെ എലിപ്സിൻ്റെ ക്രോസ് സെക്ഷൻ. ആൻഡ് ഇതിൽ എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസിൻ്റെ ഡിസ്റ്റൻസും ലെങ്ത്തും, അതുപോലെ ബി എന്ന് പറഞ്ഞാൽ സെമി മൈനർ ആക്സിസിൻ്റെ ലെങ്ത്തും ആണെന്ന് കരുതുക. ഇനി നമ്മുടെ സ്റ്റെപ്പ് 2 എന്തായിരുന്നു? ഈ ഒരു എലിപ്സിൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ എഴുതാം അല്ലേ? അതെന്തായിരുന്നു? x² + y² / b² = 1. ഇവിടെയും നമ്മൾ എലിപ്സ് സെൻറ്റർ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈന് ഈ ഒരു എക്സ്പ്രഷനെ ഫൈൻ്റെയും എമ്മിൻ്റെയും ടേംസിലേക്കാക്കിയിട്ട് എഴുതാൻ അല്ലേ? ഫൈ എന്ന് പറഞ്ഞാൽ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ്റെയും അതുപോലെ എം ഒരു കോൺസ്റ്റൻറ്റും. സോ അതിനെ നമ്മൾ മാറ്റി എഴുതിയാൽ എന്ത് കിട്ടും? m × x² / a² + y² / b² - 1 എന്ന് കിട്ടും. ഓൾ റൈറ്റ്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ∂² φ / ∂x²ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y² / b² ടേം 0 ആയി പോകും, അതുപോലെ -1ഉം 0 ആയി പോകും. ആകെ ഉണ്ടാവുക എന്താണ്? x² ആയിരിക്കും ഉണ്ടാവുക, x² / a² ആയിരിക്കും ഉണ്ടാവുക. സോ അതിനെ നമുക്ക് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2/a² എന്ന് കിട്ടും. അഥവാ പുറത്തൊരു m ഉണ്ട്, അതിന് 2m/a² എന്ന് കിട്ടും. ഇല്ല, നിങ്ങൾ ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടാവുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്നോട്. ∂² φ / ∂y² അടുത്തായിട്ട് കണ്ടുപിടിക്കാം. സോ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2m/b² കിട്ടും. ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൾ റൈറ്റ്. ഇനി നമുക്ക് സ്റ്റെപ്പ് 5 എന്ത് എഴുതുന്നുണ്ടായിരുന്നു? ഈ രണ്ട് എക്സ്പ്രഷൻസും ആഡ് ചെയ്യുക അല്ലേ? ∂² φ / ∂x² + ∂² φ / ∂y² = -2g θ അല്ലേ? അപ്പം ഈ രണ്ട് വാല്യൂസും ഇതിലേക്ക് ആഡ് ചെയ്യുക. -2m/a² + 2m/b² = -2g θ എന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ? അഥവാ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് 2നെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ടാവുക? m × 1/a² + 1/b² ആയിരിക്കും ഉണ്ടാകുക. സോ അതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? a² + b² / a² b² = -2g θ എന്നുണ്ടാവും. -2g θ ഉണ്ടാവില്ല, പിന്നെ എന്താണ്? g θ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ആൻഡ് നമ്മുടെ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്താണ്? ജസ്റ്റ് ഒന്ന് അതിനെ അപ്പുറത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -g θ × a² b² ഡിനോമിനേറ്ററിൽ a² + b² എന്ന് കിട്ടുന്നതായിരിക്കും അല്ലേ? ഇനി ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞതാണ് ഈ എമ്മിൻ്റെ വാല്യൂ പൈ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ? അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് ചെയ്താൽ നമുക്ക് phi is equal to -g θ a² b² divided by a² + b² എന്ന് കിട്ടും. ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി എന്താ? x² / a² + y² / b² - 1 ഉണ്ടാകും അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് xz ഉം yz ഉം കണ്ടുപിടിക്കണം അല്ലേ? അത് നമ്മൾ ഈ ഫൈൻ്റെ ടേംസ് വെച്ചിട്ടായിരുന്നു ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടായിരുന്നു കണ്ടുപിടിക്കുക. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. എന്തായാലും ഫൈൻ്റെ വാല്യൂ ഇതാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എട്ടാമതായിട്ട് നമുക്ക് xz കണ്ടുപിടിക്കാം അല്ലേ? xz is given by എന്തായിരുന്നു? ∂φ / ∂y ആണ് അല്ലേ? അപ്പം ഫൈൻ്റെ വാല്യൂ ഞാൻ
റൈറ്റ് കോർണറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ടോപ്പ് റൈറ്റ് കോർണറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്താം, മൈനസ് ജി തീറ്റ എ സ്ക്വയർ പി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് 2 പ്രാവശ്യം വൈനെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വൈനെ കൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y കിട്ടും അല്ലേ. അതിൻ്റെ താഴെ വരിക ബി സ്ക്വയർ ആണ്. ബാക്കി എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറും -1 0 ആയിട്ട് പോകും, കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ -2 ജി തീറ്റ എ സ്ക്വയർ ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ടോ എക്സ് സെഡ് കിട്ടി. സിമിലർലി നമുക്ക് ടോ വൈ സെഡ് കണ്ടുപിടിക്കണം. ടോ വൈ സെഡ് അത് കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു, ടോ വൈ സെഡ് കാണാൻ, ടോ വൈ സെഡ് ഈസ് ഗിവൺ ബൈ -ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ് അല്ലേ, -ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ്. ഇതിൽ ആ ആസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ജി തീറ്റ എ സ്ക്വയർ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബാക്കി എന്താ ഉണ്ടാകുക, ബാക്കി വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ -1ഉം നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് പോകും. ബാക്കി ഉണ്ടാകുക 2x ബൈ എ സ്ക്വയർ ആയിരിക്കും, 2x ബൈ എ സ്ക്വയർ ആയിരിക്കും ഉണ്ടാകുക. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു എ സ്ക്വയറിനും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ കിട്ടുക, അതുപോലെ ആ 2 മൈനസും കൂടെ പ്ലസ് ആയിട്ടുണ്ടായിരുന്നു അവിടെ, നേരത്തെ പറയാൻ വിട്ടു പോയതാണ്. ആൻഡ് ബാക്കി എന്താ ഉണ്ടാവുക, 2 ജി തീറ്റ ബി സ്ക്വയർ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പം 8ാമതായിട്ട് നമ്മൾ ഷിയർ സ്ട്രെസ് കോമ്പൗണ്ട്സ് കണ്ടുപിടിച്ച്. ഇനി 9th സ്റ്റെപ്പ് എന്തായിരുന്നു, റിസൾട്ടൻ്റ് സ്ട്രെസ് കണ്ടുപിടിക്കുക അല്ലേ. ടോ റിസൾട്ടൻ്റ് അതെന്തായിരുന്നു കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് ടോ എക്സ് വൈ സ്ക്വയർ പ്ലസ് ടോ വൈ സെഡ് ഹോൾ സ്ക്വയർ ആണ് അല്ലേ. സോ നമുക്ക് കിട്ടിയ ഈ വാല്യൂ ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, റൂട്ട് ഓഫ് -2 ജി തീറ്റ എ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് ടോ വൈ സെഡ് എന്ന് പറഞ്ഞാൽ 2 ജി തീറ്റ ബി സ്ക്വയർ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ ടേംസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, 2 ജി തീറ്റ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. സോ ഞാൻ ആ ടേമിനെ അടുത്ത സ്റ്റെപ്പിൽ പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ്. നമ്മുടെ റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ് ടോ റിസൾട്ടൻ്റ് ഈസ് ഗിവൺ ബൈ എന്താണ്, 2 ജി തീറ്റ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഓക്കെ ഇൻറ്റു റൂട്ട് ഓഫ് എ റേസ് ടു 4 വൈ സ്ക്വയർ പ്ലസ് ബി റേസ് ടു 4 എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ, ബാക്കി റിമൈനിങ് സ്ക്വയർ റൂട്ടിൻ്റെ അകത്തുണ്ടാവുക ഇത്രയും ടൈംസ് ആയിരിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ് കാണാനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമുക്കൊരു 10th സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഓക്കെ, 10th സ്റ്റെപ്പ് അതായത് ടോർക്ക് കാണാനുള്ള ഇത്. നമ്മൾ ടോർക്ക് കാണാൻ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, എന്തിനി, ഡബിൾ ഇൻറ്റഗ്രൽ എ ടോ വൈ സെഡ് എക്സ് മൈനസ് ടോ എക്സ് സെഡ് വൈ ഡി എ എന്നായിരുന്നു ആ ഒരു എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു ടോ വൈ സെഡിൻ്റെയും അതുപോലെ എക്സ് സെഡിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോ വൈ സെഡിൻ്റെ വാല്യൂ എന്തായിരുന്നു, 2 ജി തീറ്റ ബി സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലേ, ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വന്നത് ഇൻറ്റു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ്, ഇൻറ്റു ബാക്കി എന്താ ഉണ്ടാകുക, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ ടോ എക്സ് സെഡിൽ ഒരു മൈനസ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ 2 മൈനസും കൂടെ ഇവിടെ വരുമ്പോൾ എന്തായി, പ്ലസ് ആയി മാറി. ഓക്കെ, ബാക്കി എന്തുണ്ടാവുക, 2 ജി തീറ്റ എ സ്ക്വയർ വൈ ഇരുന്നുണ്ടായിരുന്നു, വൈ ഇൻറ്റു ഈ വൈ കൂടെ ചെയ്താൽ നമുക്ക് കിട്ടും വൈ സ്ക്വയർ കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഡി എ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പുറത്തെടുക്കാം. എന്തൊക്കെയാണ് ഉണ്ടാവുക, 2 ജി തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം അല്ലേ. ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി ബി സ്ക്വയർ ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ പ്ലസ് ബാക്കി എന്താ ഉണ്ടാവുക, ഈ ഒരു ടേമിൽ എ സ്ക്വയർ ഉണ്ടാവും അല്ലേ, എ സ്ക്വയർ ഉണ്ടാവും, ഡബിൾ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഇത്രയും കാര്യങ്ങളാണ് ബാക്കി ഉണ്ടാവുക, റിമൈനിങ് ആയിട്ട് ഉണ്ടാവുക അല്ലേ. ഇനി നമുക്കറിയാം ഡബിൾ ഇൻറ്റഗ്രൽ, ഇവിടെ ശ്രദ്ധിക്കുക, ഡബിൾ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി
മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് ആക്സിസ് ആണ് അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ആ ഒരു സെമി സർക്കിളിന്റെ ഫിഗർ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, പൈ എ ബി ക്യൂബ് ബൈ 4 എന്ന് നമുക്കറിയാം അല്ലേ, മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് ആക്സിസ്. ഇനി അതുപോലെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് വൈ ആക്സിസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ എന്താണ്, പൈ ബി എ ക്യൂബ് ബൈ 4 ആയിരിക്കും. ഓക്കെ, സോ നമ്മളത് ആ വാല്യൂസ് ഒക്കെ അടുത്ത സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് ഗിവൺ ബൈ 2g തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബാക്കി എന്തുണ്ടാവുക, ബി സ്ക്വയർ ഇൻറ്റു പൈ ബി എ ക്യൂബ്. ഓക്കെ, എക്സ് സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ പൈ ബി എ ക്യൂബ് ബൈ 4 ഓൾ റൈറ്റ്, പ്ലസ് എ സ്ക്വയർ ഇൻറ്റു പൈ എ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഓൾ റൈറ്റ്. സോ അതിൽ നിന്നും നമുക്ക് എന്താണ്, കുറേ ടേംസ് സിമിലർ ആണ് ആൻഡ് കുറേ കാര്യങ്ങൾ നമുക്ക് പുറത്തെടുക്കേണ്ട. സോ അടുത്ത സ്റ്റെപ്പിൽ 2g തീറ്റ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 1/4, കോമൺ ആയിട്ട് നമുക്ക് 1/4 പുറത്തെടുക്കാം അല്ലേ. ബാക്കി എന്താ ഉണ്ടാവുക 2 പൈ എ ക്യൂബ് ബി ക്യൂബ് ആണ് റിമൈനിങ് ആയിട്ട് ഉണ്ടാകുക അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, ഈ 2-നെയും ഈ 4-നെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക, ഞാൻ അടുത്ത സ്ലൈഡിൽ ബാക്കി റിമൈനിങ് ആയിട്ട് നമുക്ക് കിട്ടുക ടോർക്ക് ഈസ് ഗിവൺ ബൈ പൈ എ ക്യൂബ് ബി ക്യൂബ് g theta by a square plus b square. So this is the expression for finding torque in elliptical cross section എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, കുഴപ്പമില്ല. എന്നാലും നിങ്ങളതൊന്ന് വീണ്ടും ആവർത്തിച്ച് വീഡിയോ കണ്ടു നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം, എന്നിട്ട് വായിച്ച് ചെയ്ത് നോക്കി പഠിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.